ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചില വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടാണ്. ബി.ജെ.പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മാത്രമല്ല മറ്റു പാർട്ടികളെ പരാജയപ്പെടുത്തുവാൻ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. ബി.ജെ.പിക്ക് പ്രത്യേക ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ പരാജയപ്പെടുത്തുന്നവരെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ആരെല്ലാം ഉണ്ട്? ബി.ജെ.പി നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ, എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക, അത് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്ന് തീർച്ചയാണല്ലോ. അവരെ തോൽപ്പിക്കുക നോക്കുമ്പോൾ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പോസിറ്റീവായ ഒരു കൺസ്ട്രക്റ്റീവായ ഒരു നീക്കമാണ്. അതായത് ക്രിയാത്മകമായ ഒരു എന്താ പറയുക, നല്ല രാഷ്ട്രീയം എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു ഡിസ്ട്രക്റ്റീവായ ഒരു നശീകരണ രാഷ്ട്രീയം ബി.ജെ.പി പയറ്റുകയാണ്. കാരണം ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല, നിന്നെ തോൽപ്പിക്കും. ഇതൊരു നയമാണ്. ഉദാഹരണത്തിന് പണ്ട് കേരളത്തിൽ ബി.ജെ.പി വിരലിലെണ്ണാവുന്ന സീറ്റുകളിലെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. 1990-കൾ 80-കളുടെ അവസാനം 90-കളുടെ ആദ്യം ഒക്കെയാണ്. കാരണം ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ചില കൗൺസിലർമാരെ കിട്ടുന്നു, ചില വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വരുന്നു, ബഹുഭൂരിപക്ഷം ആ മണ്ഡലത്തിലെ വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വരുന്നു. അങ്ങനെ തിരുവനന്തപുരം ഈസ്റ്റ് അങ്ങനെ ഒരു വാർഡായിരുന്നു. ഇപ്പോൾ അത് വട്ടിയൂർക്കാവ്. അവിടെ പണ്ട് കെ രാമൻപിള്ള എന്ന് പറയുന്ന ബി.ജെ.പിയുടെ അതികായനായ രാമൻപിള്ള സാറ് മത്സരിച്ചിരുന്നു. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എണ്ണം പറഞ്ഞ് തോൽപ്പിച്ചു. കാരണം അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായിരുന്നു. ബി വിജയകുമാർ എന്നൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ലീഡറുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നത് കൊണ്ട് ലഭിച്ച സീറ്റാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പോലും അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ 91-ലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM അവരുടെ വോട്ട് മാറ്റി കോൺഗ്രസിന് ചെയ്തു, ബി.ജെ.പിയെ തോൽപ്പിച്ചു. ഇത് നമ്മൾ വട്ടിയൂർക്കാവിൽ 2016-ൽ കണ്ടതാണ്. TN സീമ അവിടെ മത്സരിക്കുന്നു, കുമ്മനം രാജശേഖരൻ ബി.ജെ.പിക്ക് വേണ്ടി മത്സരിക്കുന്നു, കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. TN സീമ LDF-ന്റെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ സീമ 3ാം സ്ഥാനത്ത് പോവുകയും അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചതാണ്. അന്ന് 3ാം സ്ഥാനത്ത് പോവുകയും പകരം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ചെറിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്യുന്നു. കുമ്മനം രാജശേഖരൻ 2ാമതെത്തി. അപ്പം ഇതൊരു നശീകരണ രാഷ്ട്രീയമാണ്. സ്വയം നശിച്ചുകൊണ്ട് തങ്ങൾ ഏതൊരു ആളെയാണോ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആളിനെയും ആ പാർട്ടിയെയും പരാജയപ്പെടുത്തുക. അതിനുവേണ്ടി തങ്ങൾ 3ാം സ്ഥാനത്ത് പോയാലും സാരമില്ല, അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടെ ജയമല്ല, ഞാൻ ജയിച്ച് അവരെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ഞാൻ പരാജയപ്പെട്ടാലും സാരമില്ല, നിന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നയം. ഇവിടെ അങ്ങനെ ഇപ്പോൾ ബി.ജെ.പി ശരിക്കും വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹിറ്റ് ലിസ്റ്റിലെ 1ാമത്തെ പേരുകാരൻ കെ മുരളീധരൻ. കെ മുരളീധരൻ കേരളത്തിൽ എവിടെ മത്സരിച്ചിട്ടുണ്ട്? 1ാമനെ തീർക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. അതെ, ഒരു തവണ തൃശ്ശൂരിൽ. അതെ, തൃശ്ശൂരിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു. വളരെ കൃത്യമായിട്ട് ദയനീയമായിട്ട് പരാജയപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ അഡ്രസ് നഷ്ടപ്പെടുന്ന വിധത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതൊരു ക്രിയാത്മകമായ ഒരു പോസിറ്റീവ് രാഷ്ട്രീയമാണ്. അവിടെ ബി.ജെ.പിയാണ് വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത്, അവർ തയ്യാറാക്കിയ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നത്. അതിന്റെ മറ്റൊരു കാര്യം, ഇനി അദ്ദേഹം ബി.ജെ.പിയെ പേടിച്ച് ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണെങ്കിൽ അവിടെ പരാജയപ്പെടുത്തും. അദ്ദേഹം ഇപ്പോൾ എവിടെ മത്സരിച്ചിരുന്നാലും ഇപ്പോൾ ഇന്ന് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ലീഗിന് വലിയ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ ഒഴിച്ച് മറ്റു പല സ്ഥലങ്ങളിലും ഈ മുസ്ലിം ലീഗിന് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള CPM-ന് പാർട്ടി ഗ്രാമങ്ങളടങ്ങിയ ചില മണ്ഡലങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം, അതുപോലെ തലശ്ശേരി, കല്യാശ്ശേരി, അതുപോലെ കൂത്തുപറമ്പ്. ഇങ്ങനെയുള്ള കൂത്തുപറമ്പിൽ ബി.ജെ.പിക്ക് അത്യാവശ്യം വോട്ടുണ്ട് കേട്ടോ. 10-25,000 വോട്ട് ബി.ജെ.പിക്ക് അവിടെ കിട്ടും. അതെ, മട്ടന്നൂരൊക്കെ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് LDF ജയിക്കുന്നത്, CPM ജയിക്കുന്നത്. അതുപോലെ ലീഗിൻ്റെ ചില മണ്ഡലങ്ങൾ. ഇതൊഴിച്ചാൽ
വേറെ ഏത് മണ്ഡലത്തിൽ പോയി കെ മുരളീധരൻ മത്സരിച്ചാലും ബി ജെ പിക്ക് തോൽപ്പിക്കാൻ സാധിക്കും. കാരണം ബി ജെ പിക്ക് 10-25,000 വോട്ട് ആ മണ്ഡലത്തിൽ ഉണ്ട്. ആ വോട്ട് മാറ്റി അവർ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ അവിടെ മത്സരിക്കാതെ ആ വോട്ട് മനസാക്ഷി വോട്ട് ചെയ്തോളൂ എന്ന് പ്രവർത്തകരോട് പറയുകയും തങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് നേരെ LDF കൊടുത്ത് കെ മുരളീധരനെ അവിടെ തോൽപ്പിക്കുകയും ചെയ്യും. അതാണ് ആ ഹിറ്റ് ലിസ്റ്റിൻ്റെ പുറകിലെ അജണ്ട. അതാണ് വളരെ കൃത്യമായിട്ട് കെ മുരളീധരൻ, കാരണം നേമത്ത് തങ്ങൾക്കുണ്ടായിരുന്ന അക്കൗണ്ട് തോൽപ്പിച്ചത്, ആ അക്കൗണ്ട് പൂട്ടിച്ചത് കെ മുരളീധരനാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ ഒരു കാരണവശാലും ഇനി ജയിക്കാൻ നിയമസഭ കാണിക്കരുത് എന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ട്. ബി ജെ പിക്ക് ആഗ്രഹം മാത്രമല്ല, അങ്ങനെ ഒരു ഉറച്ച തീരുമാനം പോലും ബി ജെ പിക്ക് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നതിൽ തെറ്റില്ല. അവിടെ RSSന്റെ പിന്തുണയും ബി ജെ പിക്കുണ്ട്. കാരണം RSSനും കൂടി വലിയ താല്പര്യമുണ്ടായിരുന്ന കുമ്മനം രാജശേഖരനെയാണ് കെ മുരളീധരൻ അവിടെ തോൽപ്പിച്ചത്. അത് ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന കൂടി ആയതുകൊണ്ട് RSS ഒരിക്കലും അത് മറക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം വീട്ടാൻ കിട്ടുന്ന ഏതവസരവും അവർ അത് ഭംഗിയായിട്ട് വിനിയോഗിക്കും. ഇവിടെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്നത് പോലെ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല, രാഷ്ട്രീയ എതിരാളികൾ മാത്രമേ ഉള്ളൂ, നിലപാടുകളേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും ഈ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബി ജെ പിക്കും അതുപോലെ തന്നെ CPM-നും ഒരാളെ തോൽപ്പിക്കണമെന്ന് CPM തീരുമാനിച്ചാൽ അവിടെ CPM-ന് ശക്തി കുറവാണെങ്കിൽ കൂടി CPM ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക. അത് നമ്മൾ 2021 പാലക്കാട് കണ്ടതാണ്. CPM വളരെ പുറകിൽ പോവുകയും ബി ജെ പിയുടെ ശ്രീധരൻ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 4000-ന് താഴെ 3600-നും 800-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് അവിടെ അദ്ദേഹത്തെ തോൽപ്പിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി. നിർണായക ഘട്ടത്തിൽ ഏതാണ്ട് വോട്ടെണ്ണുന്നതിൻ്റെ അവസാന ലാപ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നേറുന്നത്. ബാക്കി എല്ലാ സമയത്തും ബി ജെ പിയുടെ ശ്രീധരൻ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഏറ്റവും ഒടുവിൽ CPM-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ എണ്ണിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നേറിയത്. അവിടെ കൃത്യമായിട്ടും CPM-ന്റെ വോട്ടുകൾ കോൺഗ്രസിന് പോയിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് അവിടെ ശ്രീധരൻ ചെറിയൊരു ഭൂരിപക്ഷത്തിന് കീഴടങ്ങുകയും അവിടെ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ തുർക്കി വിജയിച്ചു വരികയും ചെയ്തത്. ഒരു പക്ഷേ CPM അവരുടെ വോട്ടുകൾ അവർ തന്നെ പിടിച്ചെടുത്തിരുന്നെങ്കിൽ അവിടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ഒരു 1000-ഓ 2000-ഓ വോട്ടിന് ശ്രീധരൻ പാലക്കാട് ജയിച്ചേനെ 2021. എന്തായാലും ഇവിടെ കെ മുരളീധരൻ രണ്ടാമത്തെ ആളിലേക്ക് വരാം. കെ മുരളീധരൻ കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പകയുള്ളത് സന്ദീപ് വാര്യരോടാണ്. സന്ദീപ് വാര്യരെയും ഇതുപോലെ ബി ജെ പിക്ക് ഒരു 25,000 വോട്ടെങ്കിലും ഉള്ള ഒരു മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ മത്സരിച്ചാൽ തോൽവി ഉറപ്പാണ്. സന്ദീപ് വാര്യരെ തോൽപ്പിക്കാനായിട്ട് അവർ ആ വോട്ട് തീർച്ചയായിട്ടും LDF-ന് കൊടുക്കും. സന്ദീപ് വാര്യരോടെ തോക്കും. അങ്ങനെ ഇദ്ദേഹം കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ കെ മുരളീധരൻ, സന്ദീപ് വാര്യർ കഴിഞ്ഞാൽ പിന്നെ അവർ നോട്ടമിട്ടിരിക്കുന്നത് VT ബൽറാമിനെയാണ്. VT ബൽറാം ബി ജെ പിക്ക് ബൽറാമിനെ CPM നോട്ടമിട്ടാണ് പരാജയപ്പെടുത്തിയത്. ഈ VT ബൽറാമിനെ ഈ പറഞ്ഞതുപോലെ ബി ജെ പി കൃത്യമായിട്ട് സംഘപരിവാറിനെ ഒന്നടങ്കം ആക്രമിക്കുന്നതിൽ വലിയ മികവ് പുലർത്തുന്ന ഒരാളാണ് VT ബൽറാം. അതിമൂർച്ചയേറിയ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചറിനെ പോലെയുള്ളവരെ വളരെ മ്ലേച്ഛമായ മോശമായ ഭാഷയിൽ ആക്രമിക്കുന്ന VT ബൽറാമിനോട് ബി ജെ പിക്ക് വളരെ കൃത്യമായ പ്രതികാരം ഉണ്ട്. അത് അവർ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കും എന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന CPI-യുടെ VS സുനിൽകുമാർ ഇനി ഏത് മണ്ഡലത്തിൽ തൃശ്ശൂരിലെ അദ്ദേഹം മത്സരിക്കാൻ സാധിക്കുള്ളൂ. തൃശ്ശൂരിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ബി ജെ പിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ സുന്ദരമായിട്ട് തോൽപ്പിക്കാം, വലിയ മാർജിനിൽ തോൽപ്പിക്കാം. അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൃത്യമായിട്ട് വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കും. ഇനി തൃശ്ശൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ബി ജെ പിയുടെ പത്മജയായിരിക്കും സ്ഥാനാർത്ഥി. പത്മജയോ സുരേന്ദ്രനോ ഒക്കെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി. അങ്ങനെയെങ്കിലും സുനിൽകുമാറിന് വലിയ പരാജയം അവിടെ നേരിടേണ്ടി വരും. കാരണം ഈ പറഞ്ഞതുപോലെ ശക്തമായ ത്രികോണ മത്സരം അവിടെ വരികയും
ബി ജെ പിയുടെ വോട്ടുകൾ പിടിക്കുകയും ചെയ്താൽ അവിടെ പത്മജയോ സുരേന്ദ്രനോ ഒക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ വിജയം അവിടെ ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ ഇദ്ദേഹം കെ മുരളീധരനിൽ തുടങ്ങി VS സുനിൽകുമാർ വരെയുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശനാണ്. അല്ല, കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമം ഉണ്ടായിരുന്നു. VD സതീശൻ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങിയാണ് ജയിച്ചത്. ഇക്കുറി അദ്ദേഹം പറവൂരിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട് BJPക്ക് വേണമെങ്കിൽ പരാജയപ്പെടുത്താം. അവിടെ BJPയുടെ വോട്ടുണ്ട്. BJPക്ക് വളരെ കൃത്യമായിട്ട് 30,000-നടുത്ത് വോട്ട് അവിടെ പിടിച്ചെടുക്കാൻ സാധിക്കും. ആ വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നിട്ട് അത് LDFന് കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ VD സതീശൻ അവിടെ തോക്കുമെന്ന് തീർച്ചയാണ്. പ്രതിപക്ഷ നേതാവിന് ഒരു നാണം കെട്ട തോൽവി സമ്മാനിക്കാൻ BJP തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതുപോലെ ഉള്ള രാഷ്ട്രീയ ആക്രമണമാണ് VD സതീശൻ BJPക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ തരത്തിൽ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ പുറകിലെ യുക്തിയാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ സംഭവിക്കണം എന്ന് യാതൊരു ഉറപ്പുമില്ല, പക്ഷേ ഇങ്ങനെ സംഭവിക്കാം, അതിന് നല്ല സാധ്യതയുണ്ട്. ഇത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആകെത്തുക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.